നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണി കണ്ടും കൈനീട്ടം നൽകിയും സ്വാദിഷ്ടമായ സദ്യ കഴിച്ചും പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിച്ചും വിഷുദിനം നാട് ആഘോഷമാക്കി. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ആയിരങ്ങളെത്തി. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയത് പ്രത്യേക ക്രമീകരണങ്ങൾ. വിഷു സദ്യയിലും ആയിരങ്ങൾ പങ്കാളികളായി. പ്രായപൂർത്തിയാകാത്ത ബാലികയെ ശാരീരികമായി ഉപദ്രവിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എടയൂർ പറങ്ങോട്ട് പറമ്പിൽ തിയ്യാമു എന്ന് വിളിക്കുന്ന 64 വയസ്സുള്ള കുഞ്ഞു മുഹമ്മദിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രതീക്ഷകളാക്കി കണി കണ്ടുണർന്ന് മലയാളികൾ. സമൃദ്ധിയുടെ നല്ല കാലത്തെ വരവേറ്റുകൊണ്ട് നാട് വിഷു ആഘോഷിച്ചു. പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ മീനച്ചൂടിൽ പൂത്ത കണിക്കൊന്നയ്ക്കൊപ്പം ഓട്ടുരുളിയിൽ കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും വാൽക്കണ്ണടിയും കോടിമുണ്ടും കായ്ഫലങ്ങളുമെല്ലാം കണി കണ്ടുണർന്നാണ് വിഷുവിനെ വരവേറ്റത്. പിന്നെ കുടുംബത്തിലെ മുതിർന്നവർ കൈനീട്ടം നൽകി. വരും തലമുറയ്ക്കുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകം കൂടിയാണ് വിഷു കൈനീട്ടം. ആചാരങ്ങൾക്കൊപ്പം ആഘോഷവും ഇഴചേരുന്നതാണ് വിഷു. പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷത്തിമിർപ്പ് തലേന്നു തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വസ്ത്രധാരണത്തിലെ ട്രെൻഡുകൾ എത്ര മാറിയാലും പാരമ്പര്യത്തനിമയുണർത്തി കോടിവസ്ത്രമെടുത്തും തൂശനിലയിൽ സദ്യ വിളമ്പിയും മലയാളികളുടെ ആഘോഷങ്ങൾ തുടരും. കഷ്ടപ്പാടുകൾക്കിടയിലും സ്വപ്നം കാണാൻ പഠിപ്പിച്ച വിഷു വരും കാലത്തിൻ്റെ പ്രതീക്ഷയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ വിഭവങ്ങളെ ആദരിക്കാനും വരും തലമുറയ്ക്കായി അവയെ കാത്തുസൂക്ഷിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വിഷുവും. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ആയിരങ്ങളെത്തി. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. നാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി TM നാരായണൻ നമ്പൂതിരി കുളിച്ച് ഈറനണിഞ്ഞെത്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ വെച്ചിരുന്നു. ഇതിന് താഴെയായാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിയിൽ കണിക്കോപ്പ് ഒരുക്കിയിരുന്നത്. വിഷുക്കണി ദർശനത്തിനായി കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിനു പുറമെ നമസ്കാര മണ്ഡപത്തിലും കണി ഒരുക്കിയിരുന്നു. കണി ദർശനം അവസാനിച്ചതോടെ വാകച്ചാർത്തും അഭിഷേകവുമടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്കു കാണാനായി ഭക്തർ എത്തിക്കൊണ്ടിരുന്നു. ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. വിഷു സദ്യയും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എടയൂർ പറങ്ങോട്ട് പറമ്പിൽ തിയ്യാമു എന്ന് വിളിക്കുന്ന 64 വയസ്സുള്ള കുഞ്ഞു മുഹമ്മദിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ജൂൺ 7 മുതൽ 2026 ഫെബ്രുവരി 2 വരെ പല ദിവസങ്ങളിലായിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി പലതവണ ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പരാതി. കുട്ടി വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ ചൈൽഡ് ലൈനിൽ നിന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും ചൈൽഡ് വെൽഫെയർ ഓഫീസറായ ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓമന അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയുമായിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന കുഞ്ഞു മുഹമ്മദിനെ കോഴിക്കോട് നിന്ന് ഇൻസ്പെക്ടർ S അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ C അരുൺ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ IB ഷാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ VB പ്രശാന്ത്, CP ജിതേഷ്, CPO വിഷ്ണുജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. 13-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അഞ്ഞൂർ സ്വദേശിയായ യുവാവ് അറസ്റ്റിലായി. കടയിൽ നിന്ന് മടങ്ങുന്നതിനിടെ വഴിയിൽ വെച്ചാണ് ലൈംഗികാതിക്രമം എന്നാണ് പരാതി. സംഭവത്തിൽ അഞ്ഞൂർ നരിയംപുള്ളി 30 വയസ്സുള്ള രാജീവിനെയാണ് വടക്കേക്കാട് പോലീസ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയാണ് സംഭവം. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. നീതി സങ്കല്പങ്ങളുടെയും മനുഷ്യാന്തസ്സിന്റെയും പ്രതീകമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃത്താലയിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേരളത്തിലും ജാതീയത ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ. നിരന്തരമായ ആത്മനവീകരണത്തോടെ ജനാധിപത്യ മനസ്സിനെ രൂപപ്പെടുത്തുക എന്നത് മാത്രമാണ് മുന്നോട്ടു പോകാൻ വ്യക്തിക്കും സമൂഹത്തിനും മുന്നിലുള്ള വഴിയെന്നും വി ടി ബൽറാം കൂട്ടിച്ചേർത്തു. റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PV മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, പട്ടികജാതി പട്ടികവർഗ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് E രാജൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PV സുകുമാരൻ, M മണികണ്ഠൻ, V മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞുമോൻ മാവറ, PT ഷംസുദ്ദീൻ, E രാജേഷ്, രേഖ മണികണ്ഠൻ, പ്രീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാർ ആവർത്തിച്ച് ബാബാ സാഹിബിന്റെ ഓർമ്മകളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തരം കിട്ടിയാൽ അംബേദ്കറിനാൽ രചിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന സമ്പൂർണമായി പൊളിച്ചെഴുതണം എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്ന് തുറന്ന് സമ്മതിക്കാനും തുറന്ന് പ്രഖ്യാപിക്കാനും അവർക്ക് മടിയില്ലാതായി വന്നിരിക്കുകയാണ്. പ്രസിദ്ധമായ പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഈ വർഷത്തെ വലിയ തിരുനാളിന് തുടക്കമായി. തിരുനാളിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ കൂറ്റൻ അരങ്ങ് പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. തിരുനാളിനോടനുബന്ധിച്ച് പള്ളിനടയിലൊരുക്കുന്ന പന്തലിന്റെ കാൽനാട്ട് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, അമൽ ചാഴൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. പള്ളി ഗോപുരത്തിന് അഭിമുഖമായി ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പന്തൽ തിരുനാൾ കാലത്തെ നാടിന്റെ സാംസ്കാരിക കേന്ദ്രമായി മാറും. കൈക്കാരന്മാരായ ജെയ്സൺ വടുക്കൂട്ട്, KA ജോസൺ, OT ജോസഫ് ലിയോ, KJ ബാബു, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനകളോടെ കാൽനാട്ടുകർമ്മം പൂർത്തിയാക്കി. അരങ്ങ് കമ്മിറ്റി കൺവീനർ ജോഷി D കൊള്ളന്നൂർ സ്വാഗതവും ജോയിന്റ് കൺവീനർ ജോസ് KD നന്ദിയും രേഖപ്പെടുത്തി. ട്രഷറർ വിൽസൺ, കമ്മിറ്റി അംഗങ്ങളായ CC ജോസ്, VK ജോയ്, VP ജെയിംസ്, AJ വിജു, സാബി എന്നിവർ നേതൃത്വം നൽകി. എറണാകുളം കോയിക്കര ഡെക്കറേഷൻസ് ഉടമ പോളാണ് പുതുമയുള്ള അലങ്കാരം ഒരുക്കുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന തിരുനാളിനായി വിപുലമായ സുരക്ഷാ യാത്രാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. CPM നേതൃത്വത്തിൽ ആരംഭിച്ച സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ക്യാമ്പയിൻ സംഘടിപ്പിച്ച കടവല്ലൂരിൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കർഷക അവാർഡ് ജേതാവും CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M ബാലാജി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. MN മുരളീധരൻ അധ്യക്ഷനായി. സംയോജിത കൃഷിയുടെ കുന്നംകുളം ഏരിയ കോർഡിനേറ്റർ KB ജയൻ, പത്മം വേണുഗോപാൽ, ബിന്ദു ധർമ്മൻ, MK മോഹനൻ, KS സുധീർ, ഘോഷ് പൂവത്തിങ്കൽ, ശാന്തകുമാരി എന്നിവർ പങ്കെടുത്തു. 25 കുടുംബങ്ങൾ അടങ്ങുന്ന 20 ക്ലസ്റ്ററുകളിലായി 500 കുടുംബങ്ങൾ കൃഷിയുടെ ഭാഗമായി. 100 കണക്കിന് കിലോഗ്രാം പച്ചക്കറികൾ, വെള്ളരി, മത്ത, കുമ്പളം, വഴുതന, മുളക്, തക്കാളി എന്നീ ഇനങ്ങളാണ് കൃഷി ഇറക്കിയിരുന്നത്. കടവല്ലൂർ സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് നിർവഹിച്ചിരുന്നത്. ശ്രീ കാർത്തിയാനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള തീയതികളിലായിട്ടാണ് ക്ഷേത്രത്തിൽ കാർത്തിക ആറാട്ട് മഹോത്സവം ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. കൊടിയേറ്റത്തോടനുബന്ധിച്ച് രാത്രി 8:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടുണ്ടായിരുന്നു. കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ നട തുറക്കലിനു ശേഷം നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കുളക്കടവിൽ പൂജ, നവകം പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടക്കും. രാവിലെ 11:30 ഉത്സവക്കഞ്ഞി വിതരണമുണ്ടാകും. വൈകിട്ട് 6:30 വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന്റെ 6ാം ദിനമായ ഏപ്രിൽ 19 ഞായറാഴ്ച വലിയ ആറാട്ടിനോടനുബന്ധിച്ച് രാവിലെ 5:30 നട തുറക്കലും തുടർന്ന് വിശേഷാൽ പൂജകളും നടക്കും. ഭഗവതിയെ ആറാട്ട് കുളക്കടവിലെ പൂജയ്ക്ക് ശേഷം കൊമ്പൻ പുതുപ്പള്ളി കേശവന്റെ പുറത്തേറി തിരിച്ചെഴുന്നള്ളിക്കും. കലാമണ്ഡലം കുട്ടിനാരായണനും സംഘവും അണിനിരക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതിയെ കൊടിമരച്ചുവട്ടിൽ പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് കൊടിയിറക്കം നടക്കും. 25 കലശം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ചടങ്ങുകളും നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. പഞ്ചവാദ്യം അകമ്പടിയേകുന്ന എഴുന്നള്ളിപ്പുകൾ 5:50 മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. തുടർന്ന് 8 മണിക്ക് വാദ്യകുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 26 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഏപ്രിൽ 20 പുലർച്ചെ പൂരാവർത്തനത്തിനു ശേഷം രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ മധുവേല, 18ാം വാതിൽ കർമ്മം,
ദണ്ടുപറി തുടങ്ങിയ ചടങ്ങുകളോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും. വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന നാളികേരമേറ് ഭക്തിസാന്ദ്രമായി. വിഷുദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വിഷുക്കണി ഒരുക്കൽ എന്നിവ നടന്നു. ക്ഷേത്ര നടപ്പുരയിൽ മേളത്തിന് ശേഷമാണ് അതിപുരാതന ചടങ്ങായ തേങ്ങയേറ് നടന്നത്. ദേശത്തെ വീടുകളിൽ നിന്നും എത്തിച്ച നാളികേരമാണ് ദേവി പ്രീതിക്കും ഭൂതഗണങ്ങൾക്കുമായി എറിഞ്ഞുടച്ചത്. ഗണപതി ക്ഷേത്രത്തിന് മുൻപിലും ക്ഷേത്ര വടക്കും ഭാഗത്തെ പ്രധാന കല്ലിലും മേൽശാന്തി ശ്രീനിവാസ അയ്യർ നാളികേരം എറിഞ്ഞതോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് ഭക്തജനങ്ങളും നാളികേരമേറിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. തലക്കോട്ടുകര ഇടവകയിലെ ഞാലിക്കര സെന്റ് തോമസ് കപ്പേളയിൽ വിശുദ്ധ തോമസ് ലീഹയുടെയും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് 6-ന് ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം നടന്നു. ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം തലക്കോട്ടുകര പള്ളി വികാരി ഫാദർ ക്ലെമന്റ് വാഴപ്പറമ്പിൽ നിർവഹിച്ചു. തിരുനാൾ ദിവസം വൈകിട്ട് 5 മണിക്ക് വികാരി ഫാദർ ക്ലെമന്റ് വാഴപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു. 6:30-ക്ക് ലതീഞ്ഞ് നൊവേന, തുടർന്ന് വൈകിട്ട് 7 മുതൽ 10 വരെ ദേവരാഗം തലക്കോട്ടുകരയുടെ ബാൻഡ് വാദ്യവും പിന്നീട് ഫാൻസി വെടിക്കെട്ടും നടന്നു. പുന്നൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കുടുംബ സംഗമവും തെരഞ്ഞെടുത്തവർക്കായി കിറ്റ് വിതരണവും നടത്തി. കഴിഞ്ഞ 16 വർഷമായി എല്ലാ മാസവും നടത്തിവരുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ നടത്തിയത്. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ കുഞ്ഞിമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് അധ്യക്ഷ കോട്ടയിൽ സൂറ ആശംസകൾ നേർന്നു. തുടർന്ന് പ്രശസ്ത മൈൻഡ് കോച്ച് മുഫീദ ക്ലാസ് എടുത്തു. കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ സ്വാഗതവും വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ കുഞ്ഞിമുഹമ്മദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ പ്രശസ്ത ഹോമിയോ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മിസിരിയ, ഡോക്ടർ ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100-ലധികം രോഗികൾക്ക് എല്ലാ മാസവും പരിശോധനയും മരുന്നും തികച്ചും സൗജന്യമായാണ് നൽകി വരുന്നത്. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, ഷെരീഫ് പാണ്ടോത്തയിൽ എന്നിവർ നേതൃത്വം നൽകി. അർഹതപ്പെട്ട 100ഓളം പേർക്കുള്ള കിറ്റുകളും വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ അബൂബക്കർ പാറയിൽ, സ്റ്റാഫ് മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. വിഷുദിനത്തിൽ കനിവിലെ അന്തേവാസികൾക്കൊപ്പം സദ്യ ഒരുക്കി ഒന്നിച്ചുണ്ട് ഒരുമ കല്ലൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ. ചെറുമനങ്ങാട് കനിവ് എന്ന സ്ഥാപനത്തിലെ മാതാപിതാക്കൾക്കൊപ്പമാണ് കല്ലൂർ ഒരുമ അംഗങ്ങൾ വിഷു ആഘോഷിച്ചത്. ഒരുമ സംഘടനയുടെ പ്രസിഡന്റും കനിവ് അംഗവുമായ ഷക്കീർ വയലത്തൂരിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. മുംബൈയിൽ നിന്ന് എത്തിയ സുനിൽ കുമാർ, നായരങ്ങാടി സ്വദേശി വീട്ടിക്കിഴി വാസു എന്നിവർ വിശിഷ്ടാതിഥികളായി. കനിവിലെ അന്തേവാസികളായ അമ്മമാരുടെ പ്രാർത്ഥനയും പാട്ടുമായി ആഹ്ലാദം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ആഘോഷം. കനിവ് മാനേജർ ബാപ്പുനു മുഹമ്മദ് ഒരുമ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും നന്ദി പറഞ്ഞു. കനിവിലെ ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നൂർകുളം മണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷു കിറ്റ് വിതരണം നടത്തി. ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ വാർഡ് മെമ്പറും ക്ലബ്ബ് രക്ഷാധികാരിയുമായ PS അലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സജിൽ, സെക്രട്ടറി ഷഹീൽ, മൊഹസിൻ, സാദിഖ്, ജമാൽ തെക്കേപ്പുറത്ത്, ഷമീം തുടങ്ങിയവർ സംബന്ധിച്ചു. മുണ്ടത്തിക്കോട് അരവൂർ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷുവേലയാഘോഷം നടന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരും സംഘവും നയിച്ച പാണ്ഡിമേളം ആവേശകരമായി. തുടർന്ന് അരവൂർ ഡൊമിനേഴ്സ് ഒരുക്കിയ കരിമരുന്ന് പ്രയോഗമുണ്ടായി. തെയ്യവും കാവടിയും നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നു. ക്ഷേത്രം ഹാളിൽ നടന്ന വിഷു സദ്യയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ചർമ്മം ചെമ്മണ്ണൂർ അങ്ങാടിയിൽ താമസിക്കുന്ന ചെറുവത്തൂർ കൊച്ചാപ്പു മകൻ ജോസ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. LC ഭാര്യയാണ്. സജി, സുദീൻ, സനൽ, സിബി എന്നിവർ മക്കളാണ്. പെരിങ്ങോട് ഉണ്ണിയാടി വീട്ടിൽ പരേതനായ ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ അമ്മണിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. ഇന്ദിര, പരേതനായ ഉണ്ണികൃഷ്ണൻ, മോഹനൻ, പരേതനായ അരവിന്ദാക്ഷൻ, വാസുദേവൻ, അംബിക, രമ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണികണ്ടും കൈനീട്ടം നൽകിയും സ്വാദിഷ്ടമായ സദ്യ കഴിച്ചും പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിച്ചും വിഷുദിനം നാട് ആഘോഷമായി.
വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ആയിരങ്ങളെത്തി. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയത് പ്രത്യേക ക്രമീകരണങ്ങൾ. വിഷു സദ്യയിലും നിരവധി പേർ പങ്കാളികളാണ്. പ്രായപൂർത്തിയാകാത്ത ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ മദ്രസാധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എടയൂർ പറങ്ങോട്ട് പറമ്പിൽ തിയ്യാമു എന്ന് വിളിക്കുന്ന 64 വയസ്സുള്ള കുഞ്ഞു മുഹമ്മദിനെയാണ് എരുവപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.